ഇന്നലെ രാത്രി 10:20 ഈ അപകടം ഉണ്ടാകുന്നത്. അവിടെ വല്ലപ്പുഴയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ നടക്കുകയായിരുന്നു. ഫൈനൽ മത്സരം ആരംഭിച്ച് ഒരു 15 മിനിറ്റ് പിന്നിടുന്ന സമയത്താണ് ഗാലറിയുടെ ഒരു വശം തകർന്നു വീണ് 70ഓളം പേർക്ക് പരിക്കേറ്റത്. ഇവരെ പട്ടാമ്പിയിലെയും അതോടൊപ്പം തന്നെ ചെർപ്പളശ്ശേരിയിലെയും വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേർക്ക് വല്ലപ്പുഴ സ്വദേശികളായ മുഹമ്മദ് അൻസാർ, അദ്വൈത് എന്നിവർക്ക് ഗുരുതര പരിക്കുണ്ട്. അൻസാറിന്റെ നട്ടെല്ലിനാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വല്ലപ്പുഴ പോലീസ് പട്ടാമ്പി പോലീസ് സംഘാടകർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. 2 കാര്യങ്ങളാണ് പരിശോധിക്കുക. ഒന്ന്, ഇത്തരത്തിൽ ഗാലറി നിർമ്മിക്കുന്നതിന് അനുമതി ഉണ്ടായിരുന്നു. അനുമതിയിലെ അനുമതി ഉണ്ടെങ്കിൽ അനുമതിയിലെ മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെയാണോ സ്റ്റേഡിയം ഗാലറി നിർമ്മിച്ചിട്ടുള്ളത്? മറ്റൊന്ന്, അനുവദനീയമായതിലും കൂടുതൽ ആളുകൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഫൈനൽ ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ എത്തി എന്നുള്ളതാണ് സംഘാടകർ പറയുന്നത്. എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. ഇതിൽ ഒരു വശം മുഴുവൻ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഒരു വശത്ത് ഉണ്ടായിരുന്ന ഗാലറി മുഴുവൻ തകർന്നു വീഴുകയും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ കളി കാണാൻ എത്തിയിരുന്നു. അതിൽ ഇപ്പോൾ 2 പേർക്കാണ് ഗുരുതര പരിക്കേറ്റിട്ടുള്ളത്.